ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടിനും നമുക്ക് വിശപ്പിനും ദാഹത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം. അപ്പോൾ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു അവിൽ മിൽക്കാട്ടാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഒരു അവിൽ മിൽക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാത്ത രീതിയിൽ പിള്ളേർക്കൊക്കെ ഈ ഒരു ചൂട് സമയത്ത് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിൽ മിൽക്കിലൊക്കെ അത്യാവശ്യം ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് പുറത്തുനിന്നൊക്കെ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അവിൽ മിൽക്ക് റെഡിയാക്കാമെന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കിലോനോളം ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ പാലിലേക്ക് 1/2 കിലോന് ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു ഇതേപോലെ ഒരു ഫ്രോക്ക് വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കാതെ ഇതേപോലെ നമുക്കൊന്ന് ചതുക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാലും ഒന്ന് ഇതേപോലെ ഉടച്ചു കൊടുത്താൽ മതി. നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. നമുക്കിത് കടിക്കാനായിട്ട് കിട്ടണം. ഇതേപോലെ നമുക്കൊന്ന് എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കാൻ താല്പര്യമുള്ളവരാണ് ഒട്ടുമിക്ക പേരും. ഇതേപോലെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിൽ മിൽക്കിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും പുറത്തുനിന്ന് നല്ല പൊരി അവിൽ മിൽക്കിൽ ചേർക്കുന്ന. ഇനിയിപ്പോൾ ആ അവിൽ കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ വീട്ടിൽ വാങ്ങിച്ചെടുക്കുന്ന മട്ടവിലൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് ആ ഒരു അവിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് അവിൽ മിൽക്കിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്നു പോവുകയില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മട്ടവിൽ തന്നെ വാങ്ങിച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊരിയവിൽ കിട്ടാത്തവർക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആട്ടോ. ഈ ഒരു പൊരിയവിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ പൈസക്കും നമുക്കിത് വാങ്ങിച്ചെടുക്കാനായിട്ട് കഴിയും. നല്ല കൂളായിട്ടുള്ള പാൽ വേണം നമ്മളിതിലേക്ക് ചേർത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ നല്ല പോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ലിറ്റർ പാലിലേക്കുള്ള പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കൂളാക്കി എടുക്കാം കേട്ടോ. അതല്ല നമ്മൾ പാക്കറ്റ് പാലാണ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി, കണ്ടില്ലേ, നമുക്കിതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. നമ്മളിതിൽ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കയ്യിലുള്ളവർക്ക് ചേർത്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിന് പകരം കുറച്ച് നട്ട്സാണ് നമ്മളിവിടെ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകൾ ചേർത്തെടുത്താലും മതിയാവും. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ
ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും നമ്മൾ പാല് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ പാലൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളിതാ കുറച്ച് പൊരി അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെറിയ പ്രൈസിന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതാ നമ്മൾ അവിൽ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് വേണം. അത് നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സ് ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ കുറച്ച് മുന്തിരിയുണ്ട്, ബദാമുണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ വേണം. അപ്പോൾ ഈ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാട്ടാം. നമ്മളിതിലേക്ക് കസ്കസ് ചേർത്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിലയിടത്ത് നമ്മൾ കസ്കസ് ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കസ്കസ് ചേർക്കുന്നില്ല. ഇനി നമ്മളിതാ ഫസ്റ്റ് നമുക്കിതിലേക്ക് നമ്മുടെ ഒരു പാലിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്ലാസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അവിൽ, പൊരി അവിൽ ചേർത്ത് കൊടുക്കും. ഇതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു 2 തവി ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് കവറാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പീനട്ട്, അതേപോലെ തന്നെ ഉണക്കമുന്തിരി, കുറച്ച് ബദാം, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ചേർത്തിട്ട് ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഗാർണിഷ് ചെയ്യണ അല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കും. ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് വാനില ഐസ്ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീം ഒന്നും ഇല്ലാതെയാണല്ലോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു അവിൽ മിൽക്ക്. ഇനി നമ്മളിതിലേക്ക് ഇതാ ചെറുതായിട്ടൊരല്പം ബൂസ്റ്റ് എന്നിട്ട് കൊടുക്കും. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം. നമ്മൾ 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതേപോലെ കുറച്ച് അവിൽ ഇതിൻ്റെ മീതൊക്കെ അങ്ങിട്ട് കൊടുക്കും. നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ്, ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടെ ഇതിൻ്റെ മീതങ്ങ് വെച്ച് കൊടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. ഒത്തിരി ഒന്നും വേണ്ട. ഞാനത് കുറച്ച് ബദാം വെച്ചിട്ടുണ്ട്, കുറച്ച് പീനട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് 2 മുന്തിരി, പിന്നെ ഇതാ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഒരു ഭംഗിക്കും നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിതാ ഒരല്പം ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഇട്ടു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക്
ഒരല്പം ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റും കളർഫുള്ളും കൂടെ ആവും. ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അപ്പോൾ ഇതാ നമ്മുടെ ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. പാല് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിൽ മിൽക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഐറ്റംസുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.